വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 34 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ബിജെപിയുടെ നയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം മധ്യ കേരളത്തിൽ ബിജെപിക്ക് സീറ്റുകൾ ഉറപ്പിക്കണമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തേണ്ടതുണ്ട്. വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോഴും അതാണ് സാഹചര്യം. മിഡിൽ കേരളയിൽ നിന്ന് ഏറ്റവും നല്ല ബിജെപിയുടെ ഒരു നീക്കം ഉണ്ടാകുന്നത് PC ജോർജിനെയും അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജിനെയും പാർട്ടിക്കൊപ്പം നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അവിടെ PC ജോർജും ഷോൺ ജോർജുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് നിലയിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? ഷോൺ ജോർജ് എവിടെയാണ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്? നമ്മൾ വിശദമായി നോക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ BJP എന്ത് ശ്രമങ്ങളാണ് നടത്തുന്നത്, എന്ത് നീക്കങ്ങളാണ് എന്നുള്ളതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഷോൺ ജോർജിന്റെ പേര് തന്നെയാണ്. ഷോണിനെ ഇത്തവണ പാലായിൽ മത്സരിപ്പിക്കുക എന്ന നീക്കത്തിലേക്കാണ് BJP കടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പാലാ പോലെ ഒരു നിയോജക മണ്ഡലം പിടിക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒന്നല്ല. ആ പേര് എപ്പോഴും ചേർത്ത് വെക്കപ്പെടുന്നത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ആ പേരിന് അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് മറ്റൊരു പര്യായമായിരുന്നു മാണി എന്ന പേര്, KM മാണി എന്ന പേര്. പക്ഷേ അതിൽ സാഹചര്യം മാറിയിട്ടുണ്ട്. പാല ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പമല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ ജോസ് കെ മാണിയോടൊപ്പമല്ല നിൽക്കുന്നത് എന്ന സാഹചര്യമുണ്ട്. എന്ത് തന്നെയാണ് എങ്കിലും പാല പോലെ ക്രൈസ്തവ വോട്ടുകൾക്ക് ആധിപത്യമുള്ള കേരള കോൺഗ്രസുകളുടെ തട്ടകത്തിൽ അടക്കം BJP പോരിന് ഇറങ്ങുമ്പോൾ അവിടെ പാല പിടിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് BJP. അത്തരം ശ്രമത്തിലേക്കാണ് BJP കടക്കുന്നത്. ഷോൺ ജോർജിനെ പാലായിൽ മത്സരിപ്പിച്ചുകൊണ്ട് കടുത്ത മുന്നേറ്റം നടത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് BJP വെച്ചു പുലർത്തുന്നത്. എന്തുകൊണ്ട് ഷോൺ ജോർജ് എന്നതാണ് സ്വാഭാവികമായും ഇവിടെ പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ പോകുന്ന സംശയം. അതിൻ്റെ ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക്, അതായത് നേരത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഷോൺ ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ഈ പാലാ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് നിന്നാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, പഴയ പൂഞ്ഞാറിനൊപ്പം ഉണ്ടായിരുന്ന പല ഭാഗങ്ങളും, പൂഞ്ഞാറാണ് PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും ഒക്കെ തട്ടകം എന്ന് നമുക്കറിയാം. അവിടെ പഴയ പൂഞ്ഞാറിനൊപ്പം ഉണ്ടായിരുന്ന പല പഞ്ചായത്തുകളും ഇപ്പോൾ പാല എന്ന നിയമസഭാ മണ്ഡലത്തിൽ ആണ് ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള ഇടം ആണ് പാല എന്നത്. അവിടെ കത്തോലിക്ക സഭയുമായുള്ള കുടുംബ ബന്ധം, അതോടൊപ്പം ഷോണിനും PC ജോർജിനും ഒക്കെയുള്ള ആത്മബന്ധം അടക്കം വോട്ടാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് BJP കണക്കിലാക്കുന്ന സാഹചര്യമുണ്ട്. ഈ മലയോര മേഖലയിലെ നേട്ടങ്ങൾ, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം കടന്നു കയറാൻ പറ്റാത്ത ഒരിടം എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ പോലും മലയോര മേഖലകളിലടക്കം BJP ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം കാഴ്ചവെക്കാൻ തയ്യാറെടുക്കുന്നത് BJP. അതും മിഡിൽ കേരളയിലേക്ക് അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കോട്ടയം പോലെയുള്ള ഒരു പ്രദേശത്ത് നമ്മൾ പ്രാദേശികമായൊക്കെ അച്ചായന്മാരുടെ നാട് എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരം അച്ചായന്മാരുടെ നാട്ടിലേക്ക് കൂടി BJP കടന്നു കയറുന്ന സാഹചര്യത്തിൽ എന്താണ് BJPയുടെ പ്രതീക്ഷ എന്നതാണ് ഇപ്പോൾ ശ്രീജിത്ത് പങ്കുവെക്കുന്നത്. ശ്രീജിത്ത്, BJPക്ക് വിപുലമായ പ്ലാനുകൾ ഉണ്ട്. ഒരുപക്ഷെ വിജയം എന്നതിനപ്പുറത്ത് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക, ആ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ തെരഞ്ഞെടുപ്പിലല്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക, അങ്ങനെ ഒരു ദീർഘവീക്ഷണ പ്ലാൻ തന്നെയാണ് BJPക്ക് മുന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പൂഞ്ഞാറിനപ്പുറത്ത് പാലായിലേക്ക് ഷോണിനെ പരിഗണിക്കാൻ എന്താണ് കാരണം? അഭിലാഷ്, സാധാരണഗതിയിൽ അഭിലാഷ് നേരത്തെ പറഞ്ഞ 10-30-ലധികമുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ, ആ A ക്ലാസ് മണ്ഡലത്തിൽ പെടുന്നൊരു മണ്ഡലം പോലുമല്ല പാല എന്നതാണ് വസ്തുത. അവിടെ BJPക്ക് വേണ്ടി N ഹരി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ 25,000 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഉയർന്ന വോട്ട്. PC ജോർജ് ലോക്സഭയിലേക്ക് അതിന് പിന്നാലെ മത്സരിച്ചപ്പോൾ 27,000 വോട്ടെത്തി. അതായത് ഒരു 30,000 പോലും കടക്കാത്ത മണ്ഡലമാണ് പാല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് നേരത്തെ പറഞ്ഞ സാമുദായിക ഇക്വേഷൻ, പ്രത്യേകിച്ച് PC ജോർജും ഷോൺ ജോർജും BJPയിലേക്ക് എത്തിയപ്പോൾ ആ മേഖലയിലുണ്ടായ BJPയുടെ മുന്നോട്ട് പോക്ക് തന്നെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗം ആയ സ്ഥലങ്ങളിലും അതല്ലാതെ പൂഞ്ഞാറിൻ്റെ ഭാഗത്തുമൊക്കെ PC ജോർജിനും ഷോൺ ജോർജിനും സ്വാധീനമുള്ള ഇടങ്ങളിൽ BJPക്ക് പലയിടത്തും പ്രതിപക്ഷമാകാൻ ഉൾപ്പെടെ കഴിയുന്നു. ചിലയിടത്തെങ്കിലും ഭരണം പിടിക്കാനും BJPക്ക് കഴിയുന്നു. ഇപ്പോൾ പൂഞ്ഞാർ തെക്കേക്കരയിൽ ഭരണം പിടിക്കുന്നു. പൂഞ്ഞാർ പോലുള്ള സ്ഥലത്ത് 4 സീറ്റുകൾ
അതൊക്കെ പൂഞ്ഞാറിൻ്റെ ഭാഗമാണ്. ഇപ്പുറത്തേക്ക് വന്നാൽ മറ്റ് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ തലപ്പലം പോലുള്ള മേഖലകളിൽ അല്ലെങ്കിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും ഒരു 4 സീറ്റോളം ഇത്തവണ BJPക്ക് പഞ്ചായത്തുകളിൽ പിടിക്കാൻ കഴിയുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് പുതുതായി രൂപപ്പെട്ട ഈ തലനാട് ഡിവിഷൻ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, അത് പഴയ പൂഞ്ഞാറിൻ്റെ ഭാഗമാണ്. അവിടെ BJP ഏതാണ്ട് 2000 വോട്ടുകൾക്കാണ് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് പരാജയപ്പെട്ടത്. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷോൺ ജോർജ് ജനപക്ഷം എന്ന നിലയിലല്ല, സ്വതന്ത്രൻ എന്ന നിലയിൽ മത്സരിച്ചിട്ട് പോലും മറ്റ് 2 മുന്നണികളെയും മലർത്തി അടിച്ചുകൊണ്ട് അവിടെ വിജയിക്കാനായി എന്നുള്ളത് തന്നെയാണ് ഷോണിൻ്റെയും BJPയുടെയും ഒരു ആത്മവിശ്വാസമായി ഉയർത്തിക്കാട്ടപ്പെടുന്നത്. ഏതാണ്ട് 4 പഞ്ചായത്തുകളിൽ നിന്ന് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഈ ഡിവിഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. PC ജോർജ് ഏതാണ്ട് 6 തവണ MLA ആയിരുന്ന സമയത്തുണ്ടായിരുന്ന പഴയ പൂഞ്ഞാർ ഉണ്ട്. ആ പൂഞ്ഞാറിൻ്റെ ഏതാണ്ട് 5ഓ 6ഓ പഞ്ചായത്തുകൾ ഇപ്പോൾ പാലയിലാണ് ഉള്ളത്. അങ്ങനെ PC ജോർജിന് വളരെ വ്യക്തിബന്ധമുള്ള ഒരു സ്ഥലമാണ് ഇപ്പോഴത്തെ പാലാ നിയോജക മണ്ഡലത്തിലെ കിഴക്കൻ മേഖലയിലെ പഞ്ചായത്തുകളെല്ലാം. അത് എലിക്കുളമായാലും തലപ്പലമായാലും തലനാടായാലും മൂന്നിലമായാലും ആ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. പഴയ പൂഞ്ഞാറിൽപ്പെട്ടതാണ് ഭരണങ്ങാനം പഞ്ചായത്ത്. അങ്ങനെ പലയിടത്തും സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. ഷോൺ ജോർജ് എന്ന സ്ഥാനാർത്ഥി വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുകയും ഷോൺ ജോർജിലൂടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ പാലായിൽ വിജയിക്കാം എന്നൊരു കണക്കുകൂട്ടലാണ് BJPയെ സംബന്ധിച്ചും ഷോണിനെ സംബന്ധിച്ചും ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പൂഞ്ഞാറിൽ ഒരുപക്ഷെ മത്സരിച്ചാൽ ജയമുറപ്പിക്കാൻ കഴിയില്ല. അവിടുത്തെ കഴിഞ്ഞ തവണയൊക്കെ PC ജോർജിനെ അവിടുത്തെ മുസ്ലിം ജനവിഭാഗം ഈരാറ്റുപേട്ടയിലൊക്കെ കാര്യമായി എതിർക്കുന്നു. അവർ തമ്മിലുള്ള പോരുണ്ടാകുന്നു, അവരുടെ വോട്ട് വേണ്ട എന്ന് PC ജോർജിൻ്റെ ചില പ്രസ്താവനകളൊക്കെ വിവാദമായതൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇവിടെ. മറ്റൊന്ന്, ഈ പാലാ രൂപതയുമായി ബന്ധപ്പെട്ട വലിയ അടുപ്പം ഉള്ളവരാണ് അവിടെ മത്സരിക്കാൻ പോകുന്ന 3 സ്ഥാനാർത്ഥികളും. മാണി സി കാപ്പനായിക്കോട്ടെ, ഇപ്പോഴത്തെ MLA ജോസ് കെ മാണി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പാലാ ബിഷപ്പിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു വിഭാഗം അവിടേക്ക് മാർച്ച് നടത്തിയപ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചു മാർച്ച് നടത്താനും ഒക്കെ മുന്നിട്ട് നിന്നത് PC ജോർജ് അല്ലെങ്കിൽ ഷോൺ ജോർജ് ഉൾപ്പെടെ ഉള്ളവരാണ്. അങ്ങനെ രൂപതയ്ക്കും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവർ എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസമായി അവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഇത് മാത്രമല്ല, പൊതുവെ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ഒരു സാമുദായിക സമവാക്യത്തിൽ BJP അവിടെ ഒരു ഘട്ടത്തിലും ഒരു ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയെ അത്രത്തോളം ശക്തന്മാരെ നിർത്തുന്നില്ല എന്നതുകൊണ്ടാണ് കൂടുതൽ വോട്ടുകൾ കിട്ടാത്തത് എന്നാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ ഉള്ളത്. അവിടെ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് NSS വോട്ടുകളൊക്കെ കാര്യമായ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് പാലാ നിയോജക മണ്ഡലം. കഴിഞ്ഞ തവണ ജോസ് കെ മാണിക്ക് പരാജയം ഉറപ്പായത് BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം അത് മാണി സി കാപ്പനിലേക്ക് പോയി എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിന് മുൻപ് 25,000 കിട്ടിയെടുത്ത് കഴിഞ്ഞ തവണ അത് നേരെ ഏതാണ്ട് 10,000 വോട്ടോളം അവിടെ കുറയുന്ന സാഹചര്യമായിരുന്നു അന്ന് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പ്രമീള ദേവിക്ക് കിട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അത് വലിയ നേട്ടമുണ്ടാകും. അതൊരു യഥാർത്ഥ ത്രികോണ പോരാട്ടത്തിലേക്ക് പോവുകയും അവിടെ വിജയമുറപ്പിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്തായാലും BJPയുടെ വരവോടെ UDFും ഒപ്പം തന്നെ LDFും ഒക്കെ പുതിയ കണക്കുകൂട്ടലാണ്. LDFിനെ സംബന്ധിച്ച്, ജോസ് കെ മാണിയെ സംബന്ധിച്ച് BJP അവരുടെ വോട്ടുകൾ പരമാവധി പിടിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകളും ഒപ്പം തന്നെ LDF CPM വോട്ടുകളും കൂടെ പിടിച്ച് വിജയിക്കാം എന്ന കണക്കുകൂട്ടൽ അവരെ സംബന്ധിച്ചുമുണ്ട്. UDFിനെ സംബന്ധിച്ച് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഒരു പൊതുതരംഗം, UDFിന് അനുകൂലമായ വികാരം, പാല ഒരു പരമ്പരാഗത UDF മണ്ഡലമാണ്. ഇതൊക്കെ UDFിന് അനുകൂലമായി വരും എന്ന് കരുതപ്പെടുന്നു. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മത്സരം പാലായിൽ ഉണ്ടാകുന്നു. സാധാരണ ഗതിയിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷിക്കാത്തൊരു മത്സരത്തിലേക്ക് പാല മാറുകയാണ്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.